ഹർത്താൽ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർത്താലിന്റെ തലേദിവസം ബിവറേജിന്റെ മുന്നിൽ കാണുന്ന നീണ്ട ക്യൂ. ആഘോഷമായി മാറിയ ഹർത്താൽ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ് ഈ പാവം പോലീസുകാരൻ. ഓ എന്റെ ദൈവമേ, ഇന്ന് നല്ലൊരു ഹർത്താലായിട്ട് വീട്ടിലിരിക്കാണല്ലേ ഇനി. അപ്പോഴത്തേനും ഒടുക്കത്തെ ഒരു ഡ്യൂട്ടി. ജാതി മതഭേദമന്യേ ഇന്ന് എല്ലാരും രണ്ടെണ്ണമൊക്കെ വിട്ട് അടിച്ചു പൊളിച്ചിരിക്കും. അപ്പോഴത്തേനും ഒരു ഒടുക്കത്തെ ഡ്യൂട്ടി. ആരെങ്കിലും കിട്ടിയായിരുന്നു ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാറ്. നേരവും പോണില്ല. എന്ത് ചെയ്യൂന്ന് ആലോചിക്കണം. ഈ പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ കണ്ടാ ഒരു കാര്യമില്ല. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാ. ഇതെന്താ ആരും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ. 50 രൂപയെങ്കിലും കിട്ടുമായിരിക്കും. ചേടാ ഓടിക്കളഞ്ഞേക്കണവൻ. പക്ഷെ ഇനിയിപ്പോ ആരും ഒരു കമ്പനിക്ക് കിട്ടൂന്ന് ഓർത്തിട്ടാണ്. എന്ന് നിന്നെ എടാ പരമു നീയാർന്നാ ഇടിക്കുമ്പോ ആളം തരം നോക്കി വേണം ഇടിക്കാൻ കേട്ടോ. എന്റെ പരമു എന്താന്നറിയാൻ പാടില്ല. ഈ തൊപ്പി തലയിൽ വെച്ച ഇടിച്ച് ഞാൻ പൊളിച്ചളയും. ആരാന്ന് ഞാൻ നോക്കൂല. സാർ ഒരു കാര്യം, ഈ തൊപ്പി എടുത്ത് ആദ്യം കൈപ്പിടി, ബാക്കിയുള്ളവർ ഇടിച്ച് നശിപ്പിക്കും. പരമു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ലെന്ന്. വെറുതെ ഈയിടെയായിട്ട് നീ എനിക്കൊന്നും കൊണ്ട് തരുന്നില്ല. അല്ല, നീ ഇടയ്ക്ക് ഈ ടൗണിലെ മൊബൈൽ കടയിൽ 2 പ്രാവശ്യം കയറിയിട്ട് അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയത്. ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് 2 പ്രാവശ്യം? പിന്നെ ചാർജർ പിന്നെ സാറ് കൊണ്ട് തരും. ശരിയാ. തൽക്കാലം നീ എന്റെ കൂടെ ഇന്ന് ഹർത്താലല്ലേ, നമുക്ക് വല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ആരെങ്കിലും ഒക്കെ വരിയായിരിക്കും. അതേ, എന്റെ കയ്യിലാണേലും ഒന്നുമില്ലാതെ വീട്ടിൽ ചെന്നല്ലേ സർല ചേച്ചി വഴക്ക് പറയും. സർല ചേച്ചി? അതാരാടാ സർല ചേച്ചി? എന്റെ ഭാര്യ. എടാ ഭാര്യനെ കയറി ആരെങ്കിലും ചേച്ചി വിളിക്കോളാ. പിന്നെ പ്രായത്തിൽ മൂത്തോരെ പിന്നെ ചേച്ചി എന്നല്ല പിന്നെ എന്നതാ വിളിക്കുന്നത്. ഇവന്റെ ഒരു കാര്യം. അയ്യോ വെക്കല്ലേ. നന്നായി. ചിലപ്പോ തൊപ്പി വെച്ച നിന്റെ അണ്ടം കലങ്ങി പോയനെ. ബാ നമുക്ക് അങ്ങോട്ട് കിടക്കാം. ആരെങ്കിലും കിട്ടും. ബാ. എടാ പരമു, എന്തായാലും നിനക്കിന്നൊന്നും കിട്ടിയില്ലാന്നോർത്ത് നീ പേടിക്കണ്ട. ഇന്ന് ഹർത്താലാണല്ലോ. ആരെങ്കിലും നമ്മുടെ ഇടയിൽ വന്ന് പെടാതിരിക്കില്ല. എന്തായാലും കിട്ടിയ അതിന്റെ പകുതി ഞാൻ നിനക്ക് തന്നേക്കാം. പക്ഷെ നേരം എടുത്തിട്ട് നീ പോകാവുള്ള എന്റെ കൂടെ നിന്നോളാം. അല്ല തരുവോ, ഷെയർ തരുവോ? ഷെയർ തരാം. ഒരർത്ഥത്തിൽ സാറ് ഞാനൊക്കെ ഒരേപോലെ അല്ലേ? അതെന്താടാ? സാർ യൂണിഫോം ഇട്ട കള്ളൻ, ഞാൻ യൂണിഫോം ഇടാത്ത കള്ളൻ. ഒരേ തൂവൽ പക്ഷികൾ. നിന്റെ കള്ളക്കടക്കണ്ണി ലജ്ജാവതിയേ, നിന്റെ കള്ളക്കടക്കണ്ണി. ലജ്ജാവതി പാടാൻ നേരാ. പിന്നെ ജാസി ഗിഫ്റ്റോ? ഞാൻ വെറുതെ പാട്ട് പാടിക്കൊണ്ട് ഇടിച്ചു നിന്നെ ഞാൻ. സൈക്കിളിന് ബെല്ലോടാ നിന്റെ സൈക്കിളിന്. എന്റെ പൊന്ന് സാറേ, ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ എങ്ങനെ ബെല്ലുണ്ടാവുക? ബ്രേക്ക് ഇല്ലെന്നവന്. അപ്പൊ നിന്റെ സൈക്കിളിന് ബ്രേക്കും ഇല്ലേ? ഈ സാറിനൊന്നും അറിയാൻ മേലാത്തപോലെ ലൈറ്റ് ഇല്ലാത്ത സൈക്കിളിന് എങ്ങനെയാ ബ്രേക്ക് ഉണ്ടാവുക? എടാ അപ്പൊ നിന്റെ സൈക്കിളിന് ലൈറ്റ് ഇല്ല, ബെല്ലില്ല, ബ്രേക്ക് ഇല്ല, ഒന്നുമില്ലേ? എന്റെ പൊന്ന് സാറേ, സ്റ്റാൻഡ് ഇല്ലാത്ത സൈക്കിളിന് എന്തിനാ ഈ മാതിരി സാധനങ്ങളൊക്കെ? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? അത് ശരി. അപ്പൊ നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല, ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല, ലൈറ്റും ഇല്ല അല്ലടാ? എന്റെ പൊന്ന് സാറേ, കട്ടോണ്ട് വരുന്ന സൈക്കിളിൽ ഈ സാധനങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുമോ നമുക്ക്? എടാ അവൻ കട്ടോണ്ട് വന്ന സൈക്കിൾ. കട്ടോണ്ട് വന്ന സൈക്കിളാ. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജയിലിൽ ചാടി വരുന്ന എന്നെ ഇനി എന്നൊന്ന് അറസ്റ്റ് ചെയ്യാൻ ഒന്ന് പോ സാറേ അവിടുന്ന്. എടാ അവൻ ജയിലേടി വന്നാണല്ലേ. നിന്നെ എടുത്തോളാണ് ഞാൻ. ഇനി എപ്പോ എടുക്കാൻ അവനെ? അവനോടൊക്കെ ദൈവം ചോദിച്ചോളൂ. ഇങ്ങോട്ട് മാറിക്കണം. എന്താണ് നിന്റെ പേര്? എസ്.ഐ. കുട്ടമ്പിള്ള. ഓ, നിങ്ങളോടല്ല, ഞാൻ അവനോടാ ചോദിച്ചു. അവനോട് ഞാൻ ചോദിച്ചോളാം. അതിനുള്ള പ്രായവും കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടോ കേട്ടോ. താൻ കയറി ചോദിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങോട്ട് മാറിക്കടാ. എന്താണ് ഇത്? കുറച്ച് ബോംബാണ് സാർ. നാളെ ഹർത്താലല്ലേ, നാട്ടുകാർക്ക് അടിച്ചു വിളിക്കാൻ വേണ്ടി കുറച്ച് ബോംബാ. എടാ ബോംബ് ആരെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടു നടക്കോടാ? ആരെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ ബോംബ്? സഞ്ചി കിട്ടിയില്ല സാർ. സഞ്ചി കിട്ടിയില്ല? തോപ്പി വെച്ച ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോടാ? ഈ തോപ്പി തലേ കയറിയ നിന്നെ ഞാൻ. അയ്യോ അയ്യോ പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണ്. ആണോ? പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോകരുത്. ബോംബായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടിക്കൊണ്ട് നടന്നോളാം കേട്ടോ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ട നിന്റെ അണ്ടൻ നടക്കും ഞാൻ. കേറിപ്പോടാ, വിട്ടുപോടാ. തൊപ്പി വെക്കണ എന്നോടാ അവന്റെ കളി. അല്ല പിന്നെ എടാ പരമു, നിന്നെക്കാട്ട് ഇപ്പൊ ഒറിജിനൽ പോലീസായിട്ട് തോന്നൂലടാ. എന്നെക്കാൾ ചൈലാട്ടാ. സത്യത്തിലുണ്ടല്ലോ
സാറ് കള്ളനും ഞാൻ പോലീസും ആകേണ്ടതാ. പോടാ അവിടുന്ന്. പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട്. കുഴപ്പമൊന്നും ഉണ്ട്. നീ ഇത് പിടിച്ചേ. ഇതിന്റെ കുറവല്ലടാ, പിന്നെ ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട്. എന്തോ ഒരു സാധനത്തിന്റെ കുറവ്. സാർ ഈ തൊപ്പി ഇങ്ങോട്ട് തന്നെ. ആ തൊപ്പിയുടെ കുറവാണ്. ഐശ്വര്യമായിട്ട് ഈ തലയിലോട്ട് വെച്ച് ഇന്നാ എന്റെ പൊന്നോ. യെസ് കൊള്ളാം. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, അയ്യോടാ, അയ്യോ. എന്തിനാ പരമോ നീ എന്നെ ഇങ്ങനെ ഇട്ട് ഇടിച്ചത്? എന്താന്നറിയാൻ മേല, ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ഒറ്റവെക്കല്ലേ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ്? അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം. ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന, ഏറ്റവും ഡീസൻ്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ്. ഡോക്ടറെ നമ്മുടെ അന്തപ്പം കിണറ്റി വീണ്. എങ്ങനെ അന്തപ്പം കിണറ്റി വീണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിൽക്കുന്ന വേണു നമ്മുടെ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല, ഈ നിൽക്കുന്ന വേണുവിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വേണു, നമ്മുടെ അന്തപ്പൻ എവിടെയെന്ന്? അന്തപ്പം കിണറ്റിന് വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ, അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴുത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടി നമസ്കാരം. ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ്. ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണെന്ന്. 2 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞതിനാ എന്നെ ഇവര് പിടിച്ച് അകത്താക്കിയത്. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓം ഗ്രീം. കണ്ണടക്കടാ എല്ലാരും. ഓം ഗ്രീം ഗ്രീം ബ്രാം ഗ്രീം ബ്രൂം. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതാണ് എന്റെ മാജിക്ക്. ഇനി വേറൊരു മാജിക്. എന്റെ കയ്യിൽ ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട്. എന്താണെന്ന് പറയാമോ? ബലൂൺ. അല്ല. എന്താ? അല്ല. ഞാൻ പറയാം. പറയട്ടെ. ഞാനില്ല. ഇവൻ ഒളിഞ്ഞു നോക്കി. നമസ്കാരം. എന്താ പരിപാടി? കത്തെഴുതലാണ്. ആർക്ക്? എനിക്ക് തന്നെ. എന്താ മാറ്ററോ? അതെങ്ങനെ എനിക്കറിയാം? നാളെ കത്ത് കിട്ടിയിട്ടാകുമ്പല്ലേ മാറ്റർ പറയാൻ പറ്റൂ.